ശ്രീ ജോസഫ് വാഴക്കൻ, തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നോമിനേഷൻ കൊടുക്കേണ്ട ദിവസം തുടങ്ങി. ഇപ്പോൾ നാമനിർദ്ദേശ പത്രികകൾ ഓരോരുത്തരും നൽകിക്കൊണ്ടിരിക്കുകയാണ്. 4-ാം തീയതി അവസാനിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി വരണോ വേണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. വരണമെങ്കിൽ ഉടൻ തന്നെ തീരുമാനം വേണ്ടി വരും. ഇനി രാഹുൽ ഗാന്ധി ഇല്ല, മറ്റൊരാൾ മത്സരിക്കട്ടെ എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും ടി സിദ്ദിഖ് തന്നെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി വരുമല്ലോ. അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം എന്തായാലും ഇല്ലല്ലോ? അതോ അതിലും ഇപ്പോൾ തർക്കം നിലനിൽക്കുന്നുണ്ടോ? ചില അഭിപ്രായ പ്രകടനങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും വരുന്നത് സിദ്ദിഖ് വേണോ വേണ്ടയോ എന്ന കാര്യത്തിലാണ്. മാത്രമല്ല ഐ ഗ്രൂപ്പ് ഇക്കാര്യത്തിൽ വ്യക്തമായൊരു നിലപാടെടുത്തിട്ടും ഉണ്ട്. ആ സീറ്റ് ഞങ്ങളുടേതാണ് എന്ന അവകാശവാദം ഇതിനകം തന്നെ ഉന്നയിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ രാഹുൽ ഇല്ലെങ്കിൽ പിന്നെ വയനാടിൻ്റെ ഭാവി എന്താണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ? അതൊക്കെ സ്ക്രീനിങ് കമ്മിറ്റിയിൽ ഒറ്റ പേരെ അവസാനം പോയിട്ടുള്ളൂ. അതിനൊക്കെ മുമ്പ് പല പേരുകൾ ചർച്ച ചെയ്തിട്ടുണ്ടാകും. അതിനകത്ത് പിന്നെ ശ്രീ ടി സിദ്ദിഖിൻ്റെ പേരാണുള്ളത്. അതുകൊണ്ടാണ് ആ പേരിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ സീറ്റ് അതിനുവേണ്ടി ഒഴിച്ചിടണമെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ പ്രാഥമികമായ വർക്കുകൾ ആരംഭിച്ചത്. സാധാരണഗതിയിൽ അത് ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. ഡിക്ലെയർ ചെയ്യാൻ ഡൽഹിയിൽ നിന്ന് ഡിക്ലെയർ ചെയ്തില്ല എങ്കിലും അതിന് പച്ചക്കൊടി കാണിക്കേണ്ടതായിരുന്നു. അവിടെ പച്ചക്കൊടി കാണിച്ചിരുന്നില്ല എങ്കിൽ പോലും സ്ക്രീനിങ് കമ്മിറ്റിയിൽ ഒറ്റ പേരെ അവസാനം ഉണ്ടായിരുന്നുള്ളൂ. അത് ശ്രീ ടി സിദ്ദിഖാണ്. കാരണം മറ്റുള്ള പേരുകളൊക്കെ മാറ്റി അത് ഏകദേശം ക്ലിയർ ചെയ്തിട്ടാണ് പിന്നെ കേരള നേതാക്കൾ തിരിച്ചു പോരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പിന്നെ സിദ്ദിഖ് തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥി. മാത്രമല്ല അവിടെ എങ്ങനെയെങ്കിലും ഒരു സാഹചര്യമുണ്ട് എങ്കിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതൊക്കെ ഫൈനലായിട്ട് പാർട്ടിയുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഡിക്ലെയർ ചെയ്യുന്നിടം വരെ ആർക്കും പറയാനുള്ള അവകാശമില്ല. എങ്കിലും ഞാൻ എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പറഞ്ഞോളൂ. കാരണം അതിന് കേരളത്തിൽ ഏതെങ്കിലും ഒരു നേതാവോ കേരളത്തിലെ ഏതെങ്കിലും വ്യക്തികളോ ആരും ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ നിങ്ങളുടെ DCC പ്രസിഡന്റ് വയനാട് DCC പ്രസിഡന്റ് പറഞ്ഞത് അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ നിങ്ങളുടെ വയനാട് DCC പ്രസിഡന്റ് ഈ ചോദ്യം ഉന്നയിച്ച സമയത്ത് ആ ചർച്ചയിൽ പറഞ്ഞ കാര്യം 3 പേരുണ്ട്, അത് ഇനി അവിടെ അവർ ഡിക്ലെയർ ചെയ്യുമെന്നുള്ള നിലയിലാണ് ഇന്നലെ വയനാട് DCC പ്രസിഡന്റ് പറഞ്ഞത്. അപ്പോൾ തർക്കം നിലനിൽക്കുകയാണല്ലോ ശ്രീ ജോസഫ് വാഴക്കൻ. ഇനി എത്ര ദിവസമാണ് ബാക്കിയുള്ളത്? എന്നിട്ടും വയനാടിന് ഒരു സ്ഥാനാർത്ഥിയെ, അതും നിങ്ങളുടെ സുരക്ഷിത മണ്ഡലം എന്ന് കരുതുന്ന വയനാടിന് ഒരു സ്ഥാനാർത്ഥിയെ നൽകുവാൻ കഴിയുന്നില്ല. ഞാനിപ്പോൾ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താവ് എന്നുള്ള നിലയിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അകത്ത് മറ്റൊരു കൺഫ്യൂഷനും അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി വരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ആ സീറ്റ് ഓപ്പണാണ്. അതല്ല എങ്കിൽ സ്ക്രീനിങ് കമ്മിറ്റിയിൽ ഇപ്പോൾ ലാസ്റ്റ് ശ്രീ സിദ്ദിഖിൻ്റെ പേര് വന്ന് നിന്നിരുന്നത്. ആ പേര് തന്നെ ക്ലിയർ ചെയ്യാനാണ് സാധ്യത. അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ജോസഫ് വാഴക്കൻ, രാഹുൽ ഗാന്ധി വന്നില്ലെങ്കിൽ അത് തിരിച്ചടിയാകുമെന്ന രീതിയിലുള്ള പരാമർശങ്ങളും വയനാട്ടിലെ പാർട്ടി നേതാക്കൾ നൽകുന്നുണ്ട്. കാരണം അണികൾ ഇത്രയും ആഗ്രഹിച്ചതാണ്, രാഹുൽ ഗാന്ധി വരുമെന്ന് പ്രതീക്ഷിച്ചതാണ്. അവിടെ അവസാന നിമിഷം രാഹുൽ വരില്ല എന്ന് പറയുമ്പോൾ അതൊരു തിരിച്ചടിയുടെ സ്വഭാവം തന്നെ അതിനുണ്ടാകും. താങ്കളും ആ ഒരു നിലപാടിനോട് യോജിക്കുന്നുണ്ടോ? നിങ്ങൾ കരുതിയത് വയനാടിനെ മാത്രമല്ല കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും രാഹുലിൻ്റെ വരവ് സ്വാധീനം ചെലുത്തും എന്നാണല്ലോ. അത് ഒറ്റയടിക്ക് പൊളിഞ്ഞ് പാളീസാകും രാഹുൽ വന്നില്ലെങ്കിൽ. അതൊന്നുമില്ലെന്നേ. അവിടെ പാർട്ടിയുടെ പിന്നെ ഘടകങ്ങളും പാർട്ടി സംവിധാനങ്ങളൊക്കെ വളരെ സുസജ്ജമായിട്ടുള്ള സ്ഥലമാണ്. അതൊന്നും മുന്നണിയും വളരെ ശക്തമാണ്. ഇതൊന്നും ബാധിക്കത്തില്ല. കാരണം പുതിയ സ്ഥാനാർത്ഥി വന്നാൽ എല്ലാ പ്രാവശ്യവും മിക്കവാറും ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറുള്ളത് നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ അവസാന ദിവസത്തിൻ്റെ തലേദിവസമൊക്കെയാണ്. അപ്പോൾ അതൊന്നും ഒരു നീണ്ട പോലെ വലിയ പുതുമയുള്ള കാര്യമല്ല. ഇവിടെ ഇടതുപക്ഷം വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഞങ്ങൾ സ്ഥാനാർത്ഥികൾ വരുമായിരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ പേരിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇപ്പോൾ ഇത്രയും കാലം ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ടല്ലേ രാജ്യത്ത് മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വേറെ സ്ഥാനാർത്ഥി വന്നപ്പോഴത്തേക്ക് ആ കഥയെ വിട്ടില്ലേ. ശ്രീ ഡീൻ കുര്യാക്കോസ് ഏറ്റവും സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥിയായി മാറിയില്ലേ മിനിറ്റുകൾ കൊണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അകത്തുള്ളത്. അതൊന്നും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല. കാരണം ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സമയമുണ്ട്. ഞാൻ ഇടപെടുകയാണ്. സമയം ഇഷ്ടം പോലെയുണ്ട്. അതിലൊന്നും ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. ശ്രീ മഞ്ജുഷ്, ഒരു കാര്യം, ഇപ്പോൾ 2 റൗണ്ട് ശ്രീ ജോസഫ് വാഴക്കൻ സംസാരിച്ച് കഴിഞ്ഞു. അദ്ദേഹം ഇതിനിടയിൽ ഞാൻ നേരത്തെ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി നോക്കിയപ്പോൾ
ഈ വിഷയത്തിനപ്പുറത്തേക്ക് പോകുന്നതിനുള്ള പ്രയാസം താങ്കൾ പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയാതെ എനിക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അദ്ദേഹം പറയുന്നത് മോദിക്കെതിരായി റാഫേൽ വിഷയത്തിൽ ഉൾപ്പെടെ ഒരു പ്രസ്താവനയും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടത്തിയിട്ടില്ല എന്നാണ്. പ്രിയമുള്ള ജോസഫ് വാഴക്കൻ, താങ്കൾ പത്രം വായിക്കാറുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇനി പത്രം വായിക്കാറില്ലെങ്കിൽ ബഹുമാനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ റാഫേലുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനകൾ താങ്കൾക്ക് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തന്നാൽ ഓരോ ദിവസവും ഞാൻ വാട്സപ്പ് ചെയ്തു തരാം. താങ്കൾ പത്രം വായിക്കാത്തതിന് അങ്ങനെയേ സംഭവിച്ചില്ല എന്ന് പറയരുത്. അത് ഒട്ടകപക്ഷിയുടെ സ്വഭാവമാണ്. താനൊന്നും കാണാതിരിക്കാൻ തല താഴ്ത്തി വെച്ചുകൊണ്ട് കാര്യമില്ല, പൂഴിയിൽ താഴ്ത്തി വെച്ചുകൊണ്ട് കാര്യമില്ല. അങ്ങനെ ലോകത്തൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞു കളയരുത്. അതേ അതിന് പറയാനുള്ളൂ. ഞങ്ങൾ എങ്ങനെ നിലപാട് സ്വീകരിക്കുന്നു എന്ന്, ഈ സംഘപരിവാരത്തിനെതിരായി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള നല്ല ധാരണ എല്ലാവർക്കും ഉണ്ട്. അത് നിങ്ങൾ പ്രത്യേകമായി ഇനി പറഞ്ഞ് ഉണ്ടാക്കണ്ട എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ നിങ്ങളുടെ മുഖ്യമന്ത്രിമാരുണ്ടല്ലോ, നിങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞു. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി എങ്ങനെയാണ് ബഹുമാനിച്ചത് മോദിയെ? ഒരു ദിവസം രാവിലെ രാഹുൽ ഗാന്ധി എണീറ്റ് നോക്കുമ്പോൾ അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയും നിങ്ങൾക്കുള്ള ആകെയുള്ള 44 MLA-മാരിൽ 43 പേരെയും കൂട്ടി BJP ആയി മാറി. മന്ത്രിമാരും MLA-മാരും തീർത്തു. മണിപ്പൂരിലെ മുഖ്യമന്ത്രിയും 8 MLA-മാരും ഒരുമിച്ച് BJP-യിലേക്ക് പോയി. എത്ര 6 മുഖ്യമന്ത്രിമാരാണ്, മുൻ മുഖ്യമന്ത്രിമാരുമാണ് കോൺഗ്രസിലേക്ക് പോയത്, കോൺഗ്രസിൽ നിന്നും BJP-യിലേക്ക് പോയത്. ഇതെല്ലാം മോദിക്ക് നിങ്ങൾ നൽകിയ ഉപഹാരങ്ങളായിരുന്നു. ആ ഉപഹാരങ്ങളെക്കുറിച്ച് ഏതായാലും ഞങ്ങളോട് പറയേണ്ട, അത് ഞങ്ങളുടെ നിലപാടല്ല. പിന്നെ വടകരയുടെ കാര്യം താങ്കൾ പറഞ്ഞു. വടകരയിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾക്കറിയാമല്ലോ, വടകരക്കാർ കണ്ടിട്ടുള്ളതാണല്ലോ. നിങ്ങളെന്താണ് പറഞ്ഞത്? ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റ് ആയതുകൊണ്ട് മത്സരിക്കുന്നില്ല എന്നാണോ? KPCC പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് വടകരയിൽ നിന്ന്, ഞാൻ വടകരക്കാരനാണ്, വടകരയിൽ നിന്ന് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ഞാനിനി മത്സരിക്കാനില്ല. എന്തുകൊണ്ടാണെന്ന് ശ്രീ ജോസഫ് വാഴക്കൻ അറിയുമോ? എന്തുകൊണ്ടാണ് ആരും മത്സരിക്കാൻ തയ്യാറാകാത്തത്? ശ്രീ T സിദ്ദിഖിൻ്റെ പേര് പറഞ്ഞപ്പോൾ അദ്ദേഹം തയ്യാറായില്ല. ബിന്ദു കൃഷ്ണയോട് പറഞ്ഞപ്പോൾ അവർ തയ്യാറില്ല. ആരും തയ്യാറാകാത്തതിൻ്റെ കാരണം അറിയാമോ? 10 വർഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. വിഷൻ 2025 എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി വെച്ചിരുന്നു ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. എന്തെങ്കിലും ഒന്ന് ചെയ്തതായി പറയാൻ വേണ്ടി പറ്റുമോ? ശൂന്യമാണ് അവസ്ഥ വടകരയുടെ. ആ ശൂന്യതയിലേക്ക് തൻ്റെ ഒരാളെ വെക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ പൊതുവെ ഒരു ഗ്രൂപ്പും എല്ലാ ആളുകളെയും ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്ത AICC പ്രസിഡന്റിനെ വരെ മദാമ എന്ന് വിളിച്ച, എല്ലാവരെയും വലിയ തോതിൽ ആക്ഷേപിച്ച ഒരാളെ പിടിച്ച് നിങ്ങൾ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ പറഞ്ഞു മികച്ച സ്ഥാനാർത്ഥിയാണെന്ന്. ഞങ്ങൾക്ക് ഈ കോഴിക്കോട് ജില്ലയിലുള്ള ഒരു അനുഭവം ശ്രീ വാഴക്ക മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരാം. ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ ലഭിക്കാത്തൊരു സീറ്റായിരുന്നു കൊടുവള്ളി മണ്ഡലം. എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബാലികേറ മലയായിരുന്നു. സമയമില്ല, അതുകൊണ്ടാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പോയിന്റ് ടൈം അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ധീം തരികിടന്നു.